ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് മുംബൈ എയർപോർട്ട് സ്പെഷ്യാലിറ്റീസ്, മുംബൈ എയർപോർട്ടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഛത്രപതി ശിവാജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈ, ഛത്രപതി ശിവാജി മഹാരാജ അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ നഗരത്തിൽ നിന്നും ഏകദേശം 4.8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത് എയർപോർട്ടിലേക്ക്. അതോടൊപ്പം മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 18.6 കിലോമീറ്റർ, അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 18.6 കിലോമീറ്ററാണ് ഈ എയർപോർട്ടിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണ് മുംബൈ എന്ന് പറയുന്നത്. ഡൽഹിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മുംബൈ. 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഏഷ്യയിലെ ഏറ്റവും തിരക്കേറിയ 9ാമത്തെ വിമാനത്താവളവും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 25ാമത്തെ വിമാനത്താവളവുമായിരുന്നു മുംബൈ എയർപോർട്ട് എന്നത്. 1942 മുംബൈ എയർപോർട്ട് സ്ഥാപിച്ചത്. ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് 11 മീറ്ററാണ്, അതായത് 37 അടി ഇതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ ഛത്രപതി ശിവാജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള പേര് വരുവാനായിട്ടുള്ള കാരണം 17ാം നൂറ്റാണ്ടിൽ മറാഠി സാമ്രാജ്യത്തിലെ ഛത്രപതിയായിരുന്ന ശിവാജിയുടെ പേരാണ് ഇതിന് കൊടുത്തിരുന്നത്. 1999 ഛത്രപതി ശിവാജി എന്ന പേര് വിമാനത്താവളത്തിന് കൊടുക്കുന്നു. പിന്നീട് 2018 മഹാരാജ കൂടി ചേർക്കുന്നു. അങ്ങനെ ഛത്രപതി ശിവാജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേര് ഈ വിമാനത്താവളത്തിന് അങ്ങനെയാണ് ലഭിച്ചത്. ശിവാജിയുടെ പേര്, അന്നത് അവിടുത്തെ ഛത്രപതിയായിരുന്നു. അതായത് 1630 മുതൽ 1680 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ വിമാനത്താവളത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വിമാനത്താവളത്തിൻ്റെ ഉടമസ്ഥതയിൽ അദാനി എൻ്റർപ്രൈസിൻ, ഈ വിമാനത്താവളത്തിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്ന അദാനി എൻ്റർപ്രൈസും അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്നാണ്. അതായത് അദാനി എൻ്റർപ്രൈസ് 74%, അതോറിറ്റി ഓഫ് ഇന്ത്യ 26%-മാണ് ഇതിൻ്റെ ഓഹരികളെന്ന് പറയുന്നത്. ഭൂരിഭാഗം അദാനി എൻ്റർപ്രൈസിൻ്റെ കൈകളിലാണ് ഈ മുംബൈ എയർപോർട്ടിൻ്റെ എന്ന് പറയാം. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1942 ഈ വിമാനത്താവളം തുറന്നു കൊടുത്തത്. 1942 പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം, അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് കറാച്ചി പാകിസ്ഥാനിലേക്ക് വിഭജനത്തിന് ശേഷം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം കറാച്ചി പാകിസ്ഥാനിലേക്ക് പോകുന്നു. അതോടുകൂടി ഇന്ത്യയിലെ തിരക്കേറിയ ഒരു വിമാനത്താവളമായിട്ട് മുംബൈ മാറുകയാണ്. 1949 ആയപ്പോഴേക്കും ഏകദേശം 20ഓളം സർവീസുകൾ, ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്നു. 1949 ആയപ്പോഴേക്കും 1958 ആയപ്പോഴേക്കും വിമാനത്താവളം പിന്നെയും ഡെവലപ്പ് ചെയ്യുന്നു. 1958 ആയപ്പോഴേക്കും 1970 ആയപ്പോഴേക്കും ജംബോ ജെറ്റ് യുഗം ആരംഭിക്കുന്നു. ജംബോ ജെറ്റ് വിമാനം ആ യുഗം ആരംഭിക്കുകയാണ് 1970 ആയപ്പോഴേക്കും. 1979-80 ആയപ്പോഴേക്കും ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണം ഏകദേശം 5 ദശലക്ഷം കടന്നു. ആ സമയത്ത് ഡൽഹിയിൽ എന്ന് പറയുന്നത് 3 ദശലക്ഷമായിരുന്നു. ആ ഒരു സമയത്ത് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായിരുന്നു ഇന്ത്യയിൽ മുംബൈ എന്നത് 1979-80 കാലഘട്ടത്തിൽ. പിന്നീട് 2006 ഡെൽറ്റ എയർലൈൻസ് ന്യൂയോർക്കിലേക്ക് ഡയറക്റ്റായിട്ടുള്ള സർവീസ് ആരംഭിച്ചു. 2006 ഛത്രപതി ശിവാജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈ നഗരത്തിൽ നിന്നും ഏകദേശം 4.8 കിലോമീറ്ററും മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 18.6 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. രാജ്യത്തെ തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളമാണ് മുംബൈ എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1500 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.